മറ്റൊരു വാർത്തയിലേക്ക് എലപ്പുള്ളി മദ്യനിർമ്മാണശാലയ്ക്ക് തടയിട്ട് സിപിഐ ബ്രൂവറിക്കായി ഒയാസിസ് നൽകിയ ഭൂമി തരംമാറ്റ അപേക്ഷ തള്ളി. പാലക്കാട് RDO ആണ് അപേക്ഷ തള്ളിയത്. ഭൂമിയിൽ നിർമ്മാണം പാടില്ലെന്നും കൃഷി ചെയ്യണമെന്നും നിർദ്ദേശം. LDF യോഗം ഈ മാസം 19 ചേരും. പാലക്കാട് ബ്രൂവറി വിഷയം ചർച്ചയ്ക്ക് വന്നേക്കും. സിപിഐ ആസ്ഥാന മന്ദിരമായ MN സ്മാരകത്തിലായിരിക്കും യോഗം ചേരുക. EV അരുൺ നൽകും കൂടുതൽ വിവരങ്ങൾ. അരുൺ, എന്തായാലും ബ്രൂവറിക്ക് സിപിഐയുടെ വെട്ട് അല്ലേ അരുൺ? ഏറ്റവും പ്രധാനമായി ഈ ഭൂമി തരംമാറ്റ അപേക്ഷ എന്തുകൊണ്ടായിരിക്കും തള്ളിയത് അരുൺ? CPI പദ്ധതിക്ക് എതിരാണ്. പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്ന് ഇടതുമുന്നണിയോട് ആവശ്യപ്പെടാൻ CPI തീരുമാനിച്ചിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് CPIയുടെ വകുപ്പ് ഇത്തരമൊരു തടസ്സം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. CPIയുടെ വകുപ്പായ റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥൻ RDO ആണ് ഈ ഭൂമി തരമാറ്റ അപേക്ഷ പരിഗണിക്കേണ്ടത്. ആ ഭൂമി തരമാറ്റത്തിനായി നൽകിയ അപേക്ഷ പാലക്കാട് RDO തള്ളുകയാണ് ചെയ്തത്. ഭൂമിയിൽ നിർമ്മാണം പാടില്ല, കൃഷിഭൂമിയാണത്. നെൽവയൽ തണ്ണീർത്തട നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന ഭൂമിയാണത്. അതുകൊണ്ട് തന്നെ അവിടെ 4 ഏക്കറിൽ നിർമ്മാണ പ്രവർത്തനം പാടില്ല. 26 ഏക്കറിലാണ് ആകെ ഈ പദ്ധതി പ്രദേശം. അതിൽ 4 ഏക്കറാണ് ഈ നെൽവയൽ തണ്ണീർത്തട നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത്. അവിടെ നിർമ്മാണം പാടില്ല എന്നാണ് ഇപ്പോൾ RDOയുടെ ഉത്തരവ്. അതായത് ആ ഭൂമിയിൽ മാത്രം നിർമ്മാണം കഴിയില്ല, അവിടെ ഭൂമി തരം മാറ്റാനും കഴിയില്ല എന്നാണ് പറയുന്നത്. അവിടെ ഒരു തടസ്സമായി അത് കാണാം. പക്ഷേ ബാക്കി 22 ഏക്കറുണ്ട്, അവിടെ പദ്ധതിയുമായി മുന്നോട്ട് പോകാം. ഒയാസിസ് കമ്പനി ഇപ്പോൾ പറയുന്നത് കൃഷിഭൂമിയിൽ നെൽവയൽ തണ്ണീർത്തടത്തിൽ നിർമ്മാണം നടത്തില്ല, ബാക്കി ഭൂമിയുണ്ട്, അവിടെ സ്വാഭാവികമായി നിർമ്മാണമായി മുന്നോട്ട് പോകും. ഏതായാലും CPI അവരുടെ എതിർപ്പ് പ്രകടിപ്പിക്കാൻ ഒരു മാർഗമായി ഇതിനെ കാണുകയാണ്. പക്ഷേ ഈ 22 ഏക്കർ ബാക്കി ആ ഭൂമിയുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു കാര്യമായ തടസ്സമായി പദ്ധതിക്ക് മാറാൻ ഇടയില്ല. അതുകൊണ്ട് തന്നെ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് ഒയാസിന്റെ തീരുമാനം. പക്ഷേ CPI തങ്ങളുടെ എതിർപ്പ് പല വഴികളിലൂടെ പ്രകടിപ്പിക്കുകയാണ്. രാഷ്ട്രീയ എതിർപ്പ് ഇടതുമുന്നണി അറിയിക്കാൻ നേരത്തെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ പാർട്ടി ചുമതലപ്പെടുത്തിയിരുന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവ് വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഈ മാസം 19 ഇടതുമുന്നണി യോഗം ചേരുകയാണ്. ബ്രൂവറി വിഷയമാകും പ്രധാനമായും ചർച്ചയ്ക്ക് വരിക. യോഗത്തിന്റെ അജണ്ട നിശ്ചയിച്ച് നൽകിയിട്ടില്ല. ഇടതുമുന്നണി യോഗം ചേരുന്നുവെന്ന് മാത്രമാണ് ഘടകകക്ഷികൾ അറിയിച്ചത്. സാധാരണഗതിയിൽ AKG സെന്ററിലാണ് ഇടതുമുന്നണി യോഗം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചേരാറുള്ളത്. പക്ഷേ CPIയുടെ പുതിയ ആസ്ഥാന മന്ദിരം പുതുക്കി, MN സ്മാരകം പുതുക്കിയപ്പോൾ അവിടെ ഇടതുമുന്നണി യോഗം ചെയ്യാൻ സൗകര്യമുണ്ട്. അവിടെ കൂടി പരിഗണിക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് ആവശ്യപ്പെട്ടിരുന്നു. MV ഗോവിന്ദനെ MN സ്മാരകത്തിൽ ഉദ്ഘാടന ചടങ്ങിൽ ക്ഷണിച്ചപ്പോഴാണ് ബിനോയ് അക്കാര്യം ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അടുത്ത ഇടതുമുന്നണി യോഗം 19-ാം തീയതി ചേരുക MN സ്മാരകത്തിലാണ്. ആ യോഗത്തിൽ CPI ബ്രൂവറി വിഷയത്തിൽ തങ്ങളുടെ നിലപാട് ശക്തമായി തന്നെ അറിയിക്കും. RJD ആണ് മറ്റൊരു എതിർപ്പറിയിച്ച പ്രധാനപ്പെട്ട ഇടതുമുന്നണി ഘടകകക്ഷി. RJD മുന്നണി നേതൃത്വത്തിന് ഔദ്യോഗികമായി കത്ത് നൽകിക്കഴിഞ്ഞു. ഈ ബ്രൂവറിയുമായി മുന്നോട്ട് പോകരുത്, അത് ജലക്ഷാമം ഉണ്ടാക്കുന്ന പദ്ധതിയാണ്, പരിസ്ഥിതിക്ക് എതിരായ പദ്ധതിയാണ്. മുന്നണിയിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് നയപരമായ കാര്യങ്ങൾ മുന്നണി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണമെന്നാണ് മുന്നണിയുടെ പൊതുരീതി. അതിന് വിരുദ്ധമായ പദ്ധതിയുമായി മുന്നോട്ട് പോകരുത്, മുന്നോട്ട് പോയാൽ മുന്നണിയിൽ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ട് RJDയും കത്ത് നൽകിയിട്ടുണ്ട്. 19 ഇടതുമുന്നണി യോഗം ഇക്കാര്യങ്ങൾ വിശദമായ ചർച്ച തന്നെ നടത്തിയേക്കും. ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുത്ത് ഒരു സമവായ നീക്കത്തിനാകും മുന്നണി നേതൃത്വം CPM ശ്രമിക്കുക. ഏതായാലും CPI ഇപ്പോൾ ഉടക്കിടുകയാണ്. അത് ഭരണപരമായ ഒരു ഉടക്ക് കൂടി ഇതിൽ കൊണ്ടുവരിക. രാഷ്ട്രീയമായ എതിർപ്പിന് പുറമെ ഭരണപരമായ ഒരു ഉടക്ക് കൂടി CPI ഇടുകയാണ്. RDOയുടെ ഈ ഭൂമി തരമാറ്റൽ അപേക്ഷയിൽ തള്ളിക്കൊണ്ടുള്ള RDOയുടെ നടപടിയിലൂടെയാണ് CPI തങ്ങളുടെ എതിർപ്പ് ഭരണപരമായി ഇടതുമുന്നണി നേതൃത്വത്തെ അറിയിക്കുന്നത്. ശരി, VV അരുണാണ് വിശദവിവരങ്ങൾ നൽകിയത്.